മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ സംഘം പിടിയിലായത് നാട്ടുകാരുടെ ജാഗ്രതയിൽ. സ്പായുടെ പേരിൽ ഓൺലൈനിൽ പരസ്യം നൽകിയാണ് പെൺവാണിഭ സംഘം ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. സംഘത്തിന്റെ നടത്തിപ്പുകാരി ഉൾപ്പെടെ 6 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ് പോലീസിന്റെ പിടിയിലായത്. പുൽപ്പള്ളി സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കരുവൻതിരുത്തി സ്വദേശി ഉപേഷ് എന്നിവരാണ് പെൺവാണിഭ സംഘത്തിലെ നടത്തിപ്പുകാർ. ഇടപാടിനെത്തിയ ചേലമ്പ്ര സ്വദേശി ഷക്കീർ, തൃക്കലങ്ങോട് സ്വദേശി ഷഹാസ് എന്നിവർ പിടിയിലായി. നാട്ടുകാരായ 2 സ്ത്രീകളും ബംഗളൂരു സ്വദേശികളായ 2 സ്ത്രീകളും സംഘത്തിലുണ്ട്. ബാലുശ്ശേരി സ്വദേശി ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്ത ശേഷം ഇടുക്കി സ്വദേശിനിയായ യുവതിക്ക് കൈമാറുകയായിരുന്നു. ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി നേരത്തെ തന്നെ പ്രദേശവാസികൾ പോലീസിനെയും ഫ്ളാറ്റ് ഉടമയെയും അറിയിച്ചിരുന്നു. അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് അസ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞതായും ഫ്ളാറ്റിന്റെ സഹ ഉടമ വെളിപ്പെടുത്തി. അമിനീഷ് കുമാർ എന്നയാളും ഭാര്യയും ചേർന്നാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത്. ബഹ്റൈൻ ഫുട്ബോൾ ക്ലബിന്റെ ഫിസിയോ എന്ന് പറഞ്ഞാണ് ഇയാൾ ബന്ധപ്പെട്ടതെന്നും സഹ ഉടമ വ്യക്തമാക്കി. താഴത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പാർട്ട്മെന്റ് പൂർണ്ണമായും നോക്കി നടത്തുന്നത് അവരാണ്. വാടക കൃത്യമായി ഉടമകളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈയിടെ എത്തിയപ്പോഴാണ് അപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇക്കാര്യം നടത്തിപ്പുകാരോട് അന്വേഷിച്ചിരുന്നു. സമീപത്തെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലുള്ളവരുടെ കൂട്ടിരിപ്പുകാരുടെ കുടുംബം കുട്ടിക്ക് പാൽ കൊടുക്കാൻ വന്നതെന്നായിരുന്നു നടത്തിപ്പുകാരുടെ മറുപടി. കാര്യം മനസ്സിലായപ്പോൾ നാട്ടുകാർ പിരിഞ്ഞുപോയി എന്നാണ് അവർ അറിയിച്ചതെന്നും സഹ ഉടമ വ്യക്തമാക്കി. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് താമസിക്കാനുള്ള കേന്ദ്രമായാണ് അയൽവാസികളെ ഇത് ധരിപ്പിച്ചിരുന്നത്. ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു. 1 മാസത്തോളം പെൺവാണിഭ സംഘത്തെ നിരീക്ഷിച്ച ശേഷമാണ് പോലീസ് റെയ്ഡിനെത്തിയത്. പോലീസ് റെയ്ഡിനെത്തുമ്പോൾ ഇടപാടുകാരും വാടക ഫ്ളാറ്റിനുള്ളിൽ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമുള്ള യുവതികൾ ഉൾപ്പെട്ടതിനാൽ അന്തർ സംസ്ഥാന ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.